ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ചൂട് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഹെവി മേക്കപ്പും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹെവി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ചൂടുകൊണ്ട് ചില മേക്കപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്ടർ പ്രൂഫാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും ചൂട് സമയത്ത് ഇടയ്ക്കൊന്ന് തുടയ്ക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഈ ഒരു ഹെവി മേക്കപ്പ് അതില്ലാണ്ട് നമുക്ക് ഒരു നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ പോലെ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് മാമ എർത്തിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു 2 പ്രൊഡക്റ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ സൺസ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ മാമ എർത്തുകാർ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ മാമ എർത്തുകാരുടെ തന്നെ, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് 50+++++, 4+ ഉണ്ട് കേട്ടോ. ഇതുവരെ ഇറക്കിയിട്ടുള്ളത് എനിക്ക് തോന്നണം ഒരു 3+ ഉള്ളൂ. പക്ഷേ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ ആദ്യം തന്നെ നന്നായിട്ട് ഫേസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു സംഭവമുണ്ട്. എസെൻസ് സിറമാണിത്. ഇത് ബീട്രൂട്ട് എസെൻസ് സിറമാണ്. ഈ ബീട്രൂട്ട് എസെൻസ് സിറം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ബീട്രൂട്ടിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, അങ്ങനെ എല്ലാ തരം ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു എസെൻസ് ഈ എസെൻസ് സിറം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ സിറം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിറമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിപ്പയറിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സിറം എന്ന് പറഞ്ഞിട്ടുള്ള സിറമുണ്ട്, അതുപോലെ തന്നെ എസെൻസ് സിറമുണ്ട്. എസെൻസ് സിറം നമുക്കെന്ന് പറയുമ്പോൾ ഈ ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ നമുക്കൊരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രൈമറിൻ്റെ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു എസെൻസ് സിറം എന്ന് പറയുന്നത്. പക്ഷേ നോർമൽ ഒരു സിറം എന്ന് പറയണത് അതൊരു ട്രീറ്റ്മെൻറ്റ് ബേസ്, അതിൻ്റെ കുപ്പി തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര സൺലൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യണത് നൈറ്റിലായിരിക്കണം. പക്ഷേ ഈ ഒരു എസെൻസ് സിറം എന്ന് പറയണത് നമുക്ക് ഡേയിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി നമുക്ക് മേക്കപ്പിൻ്റെ അടിയിലോ നമുക്ക് ആദ്യം മേക്കപ്പ് യൂസ് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വലിച്ചു നീട്ടാണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ് സംഭവം നോക്കാം. അപ്പോൾ മാമ എർത്തിൻ്റെ ആസ് യൂഷ്വൽ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ ക്രുവൽറ്റി ഫ്രീ, പിന്നെ എല്ലാം സ്കിന്നിന് സൂട്ടാവുന്ന ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നല്ല, നമുക്ക് ഈ പ്രൊഡക്റ്റ് വർക്ക് ആവുന്നുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിറമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വലിയ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. ഔട്ടർ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിരിക്കുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡാണ്. ഇനി ബീട്രൂട്ട് നോർമൽ നമുക്ക് കിച്ചണിൽ നിന്നും കിട്ടുന്ന ഐറ്റംസാണ്. അത് നോർമലി നമുക്ക് നമ്മുടെ ലിപ്സൊക്കെ പിങ്ക് ചെയ്യാനും അങ്ങനെ സ്കിന്നൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തേക്കുമ്പോൾ ചെറിയൊരു പിങ്ക് കളറൊക്കെ തന്നെ അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യുമ്പോൾ. ഇതിൽ മെയിനായിട്ട് ഇവർ എഴുതിയിരിക്കുന്നത് ഫോർ ഹൈഡ്രേറ്റ് പിങ്ക് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പിങ്ക് ഗ്ലോയിങ് എഫക്റ്റും കൂടി കിട്ടും, അതിനോടൊപ്പം തന്നെ ഹൈഡ്രേഷനും ഉണ്ടാവും. ഇനി ഹൈഡ്രോണിക് ആസിഡും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നത്. ഈ ഹൈഡ്രോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഫൈൻ ലൈൻസ്, ഏജ് സൈനിങ് ഒക്കെ വരുന്നത് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനാണ് ഹൈഡ്രോണിക് ആസിഡ്. അതേപോലെ ഹൈഡ്രോളിക് ആസിഡ്, അതേപോലെ തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു പിങ്കി ഗ്ലോയി സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിറം. അപ്പോൾ ഇതിൻ്റെ പുറത്തത്തെ ഔട്ടർ പാക്കേജിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം എല്ലാതും ഇതിൻ്റെ ഇന്നർ പാക്കേജിങ്ങിലും എഴുതി വെച്ചിട്ടുണ്ട്. ഈവൻ റേറ്റ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഔട്ടർ പാക്കേജിങ് വേണ്ട. ഇനി ഇന്നർ പാക്കേജിങ്ങിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്, 50 ml പാക്കാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ടെസ്റ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ടെസ്റ്റർ വരുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു തിക്ക് ജെൽ ഫോമിലാണ്. പെട്ടെന്ന് അബ്സോർവ് ആയി പോകും. നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ആയി പോകും. പക്ഷേ കൂടുതൽ എടുക്കരുത്, ജസ്റ്റ് 1 or 2 പമ്പ് എടുത്താൽ മതി. അതിനേക്കാളും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 1 or 2 പമ്പ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിൽ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, പെട്ടെന്ന് അബ്സോർവ് ആയി പോകുന്നുണ്ട്, അതുപോലെ നന്നായി ഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പിങ്ക് ഗ്ലോ, അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് ആ ഒരു പിങ്ക് ഗ്ലോ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഹൈഡ്രേഷൻ നന്നായി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറം
പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കാര്യമുണ്ട്, പൊട്ട കാര്യമുണ്ട്. അതാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞാലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ സിറം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി അബ്സോർവ് ആയി കഴിഞ്ഞതിന് ശേഷം അത് സിറം വെച്ചിട്ട് നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ബേൺ ആയിട്ടൊക്കെ ഇരിക്കണ ആ ഒരു സ്കിന്നാണെങ്കിൽ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടെന്നാണ് പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സൺ ബേൺ ഇല്ലാണ്ടിരിക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലിയർ ആൻഡ് നല്ല സ്കിന്നാണെങ്കിൽ അതിൽ നിന്നും സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. ബീട്രൂട്ട് ഹൈഡ്ര ഫുൾ സൺസ്ക്രീൻ, അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ്, ബീട്രൂട്ട് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ ആണെങ്കിൽ, ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, സണ്ണിൽ നിന്ന് ബേൺ ആയിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സണ്ണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ്, അതുകൊണ്ട് എടുത്ത് പറയണില്ല. പിന്നെ ഇതിൽ 50 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ടെസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ടെസ്റ്ററാണ് ഇത് വരുന്നത്. ഇതിലും കുറേ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ഒരു അപ്പർ ലെയറിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ആദ്യം സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണ കുറേ കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സണ്ണിൽ നിന്നും നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെയല്ല, നമുക്കൊരു ചെറിയൊരു ലെയർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തന്നെ അവരുടെ പണി തുടങ്ങിക്കോളും. അതും സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 4 hours 5 hours കഴിയുമ്പോൾ നമുക്ക് റിപ്പീറ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു 4 to 5 hours ആണ് സൺസ്ക്രീനൊക്കെ ഞാൻ പറയണത് റിപ്പീറ്റ് യൂസ് ചെയ്യാനായിട്ട്. ഇവരൊക്കെ ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനത് കൂടുതൽ വായിച്ച് നോക്കിയിട്ടില്ല അതിനെക്കുറിച്ച്. പക്ഷേ എന്തായാലും 4 to 5 hours നമ്മൾ റീഅപ്ലൈ. പിന്നെ ഇപ്പോഴത്തെ ചൂടൊക്കെ ആണെങ്കിൽ 4 അല്ല 3 മണിക്കൂറിന് കഴിയുമ്പോഴേക്കും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ലെയറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു പിങ്ക് ഗ്ലോയി എഫക്റ്റ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഇത് സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. ഇത് ഇവൺ ഓയിലി സ്കിൻകാർക്കായാലും ഡ്രൈ സ്കിൻകാർക്കായാലും എല്ലാവർക്കും യൂസ് ചെയ്യാം. കാരണം ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആയി പോവും. അങ്ങനെ ഓയിലിൽ അങ്ങനെ മിക്സ് ആവുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിൽ നിന്ന് അങ്ങനെ മിക്സ് ആവുന്നില്ല, പെട്ടെന്ന് അബ്സോർബ് ആയി ആ ഒരു കറക്റ്റ് പക്കയായിട്ട് നമ്മുടെ ആ ഒരു സ്കിൻ നല്ല ഗ്ലോയി ആയിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സിറം യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ഈ 2 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെയിലത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയണേക്കാളും മുന്നേ ഇത് എവിടെയൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. ഇത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ഓൺലൈൻ സൈറ്റിലും അവൈലബിൾ ആണ്. ഓൺലൈൻ സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നായിക, പേർപ്പിൾ, ഈവൻ ഇവർക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് അതുപോലെ തന്നെ ആപ്പും അവൈലബിൾ ആണ്. ഇത് രണ്ടിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഓൺലൈനിലാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓഫേഴ്സ് വരുമ്പോൾ ഓഫർ അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൈ വൺ ഗെറ്റ് 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓഫേഴ്സ് വരും. പക്ഷേ നമുക്ക് അടുത്തുള്ള സ്റ്റോറിലൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇതിൽ എങ്ങനെ അച്ചടിച്ചിരിക്കണം ആ പ്രൈസ് തന്നെ കൊടുക്കണം. 1 രൂപ പോലും അവർ കുറയ്ക്കില്ല. ഇനി പ്രൈസൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ 365 days അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ ഒരു കൂപ്പൺ കോഡ് തരാം കേട്ടോ. SITLMY2024 എന്നുള്ളത് അതൊന്ന് അപ്ലൈ ചെയ്യണം. ഇനി ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ഡിസ്കൗണ്ട് കിട്ടും? 20% ഡിസ്കൗണ്ട് കിട്ടും. അത് ഇത് മാത്രം മേടിച്ചാലല്ല, ഏതൊരു മാമർത്തിൻ്റെ പ്രോഡക്റ്റ് മേടിച്ചാലും കിട്ടും. ഇനി ഇത് നമുക്ക് എവിടെയാണ് കിട്ടുക ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാമർത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പ്, ഈ 2 സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിറമിൻ്റെ റേറ്റ് വരുന്നത് 499 റുപ്പീസാണ് ഈ ഒരു സിറമിൻ്റെ റേറ്റ് വരുന്നത്. അതിൽ നിന്നും ഒരു 20% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു
99 റുപ്പീസാണ് സൺസ്ക്രീനിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമുണ്ടോ, രണ്ടും മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമുക്ക് സ്കിന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറൊക്കെ യൂസ് ചെയ്യില്ലേ മേക്കപ്പിനൊക്കെ മുന്നേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സണ്ണിൽ നിന്നും അവിടുന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് സ്കിന്നിൻ്റെ ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. എന്തായാലും ഓയിലി സ്കിൻകാർക്ക് ഇതിന് മുന്നേ ഞാൻ സൺസ്ക്രീനിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഓയിലി ആയാലും ഡ്രൈ ആയാലും എല്ലാവർക്കും ഇത് പറ്റും. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്കിത് പെട്ടെന്ന് അബ്സോർവ് ആയി പോകും കേട്ടോ. ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ മാമാർത്തിനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. പിന്നെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. എത്ര പ്രൊഡക്ഷൻ ചെയ്യണം അതിനേക്കാളും കൂടുതൽ ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിലോ അത് പ്ലാന്റ് ഇനീഷ്യേറ്റീവായിട്ട് മറന്നുവെച്ചാൽ നമ്മുടെ പേരിലൊരു ട്രീ അവിടെ നടുന്നതായിരിക്കും കേട്ടോ. അത് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ അറിയാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാമഎർത്ത് ലേറ്റസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് കേട്ടോ. ഇത് സിറം, അതുപോലെ തന്നെ സൺസ്ക്രീൻ. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഞാൻ വേറെ മുഖത്തൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ സ്കിന്നിൽ ഞാൻ ആകെ ഈ ഒരു സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. സിറം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നിലവിൽ. പക്ഷേ ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സൺസ്ക്രീൻ. ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇത് മസ്റ്റാണ്. അപ്പോൾ വേഗം തന്നെ പോയി ഷോപ്പ് ചെയ്തോ. സൺസ്ക്രീനിൻ്റെ മാമഎർത്തിൻ്റെ ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അവരുടെ ആപ്പിൽ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ ഇവർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇത്ര കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട്, ഇത്ര കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 15% ഡിസ്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ടിനും അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സൊക്കെ എപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് 20% ഡിസ്കൗണ്ട് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂപ്പൺ കോഡ് ഇതാ ഇവിടെ സ്ക്രീനിലുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.